1,00,000 സ്വർണം പണയം വെച്ചാൽ 10,000 രൂപ ഇനി മുതൽ അധികം ലഭിക്കും. സ്വർണ്ണ പണയത്തിൽ റിസർവ് ബാങ്കിന്റെ ഇടപെടൽ സാധാരണക്കാർക്ക് വീണ്ടും ആശ്വാസമായിരിക്കുകയാണ്. അതായത് പണനയ യോഗത്തിൽ റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ സ്വർണ്ണ പണയത്തിലും റിസർവ് ബാങ്കിന്റെ ആശ്വാസം വന്നിരിക്കുകയാണ്. അതായത് ലോൺ ടു വാല്യൂ റേഷ്യോ 75% നിന്ന് 85% ഉയർത്തിയിട്ടുണ്ട്. അതായത് പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ വിപണി വിലയുടെ 85% വരെ ഇനി ഇടപാടുകാർക്ക്, അതായത് ലോൺ എടുക്കുന്നവർക്ക് വായ്പ തുകയായിട്ട് ലഭിക്കും. നേരത്തെ ഇത് 75% നേരത്തെ 1,00,000 രൂപയുടെ സ്വർണം പണയപ്പെടുത്തിയവർക്ക് ലഭിച്ചിരുന്നത് 75,000 രൂപയായിരുന്നുവെങ്കിൽ ഇനി പുതിയ മാറ്റപ്രകാരം 85,000 രൂപ വരെ ലോണായിട്ട് ലഭിക്കും. സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന സമയത്തെ തീരുമാനം അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വയ്ക്കുന്ന സാധാരണക്കാർക്ക് വലിയൊരു നേട്ടമായിട്ട് മാറും. അതായത് 2,50,000 രൂപ വരെ വായ്പ എടുക്കുന്ന ചെറുകിടക്കാർക്കാണ് പുതിയ തീരുമാനം ബാധകമാകുന്നത്. 2,50,000 രൂപ വരെയുള്ള സ്വർണ്ണ വായ്പകൾക്ക് RBI, അതായത് റിസർവ് ബാങ്ക്, ക്രെഡിറ്റ് അപ്രൈസൽ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. വായ്പ നൽകുന്നതിന് മുൻപ് ഇടപാടുകാരന്റെ ക്രെഡിറ്റ് ചരിത്രം വിലയിരുത്തുന്നതാണ് ഈ ക്രെഡിറ്റ് അപ്രൈസൽ എന്നൊക്കെ പറയുന്നത്. വരുമാന സ്ഥിരത, ക്രെഡിറ്റ് സ്കോർ അടക്കമുള്ള കാര്യങ്ങളാണ് ബാങ്കുകൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ക്രെഡിറ്റ് സ്കോർ മോശമായതിനാൽ വായ്പ ലഭിക്കാതെ പോകുന്നവർക്കും ഇത് വളരെ വലിയൊരു ആശ്വാസമായിരിക്കും. വായ്പ എടുക്കുന്നയാൾക്ക് ഈട് നൽകുന്ന സ്വർണത്തിന്റെ ഇൻവോയ്സ് നൽകാൻ സാധിച്ചില്ലെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ സ്വർണ്ണപ്പണയത്തിന് ശേഷം തുക ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നത് മുൻഗണനാ വായ്പകളിൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പുതിയ വാർത്തകൾ നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.